Hi friends, എല്ലാവർക്കും SVS ടൈലറിംഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഹുക്കും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വള്ളിയും വെക്കുന്നത്, പിന്നെ അതുകൂടാതെ ബട്ടൺ ഹോള് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ചെറിയൊരു പീസിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു നൂലെടുത്തിട്ടുണ്ട്, പിന്നെ സൂചി വേണം. ഇത് ഹുക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് ബട്ടൺ. അപ്പൊ ആദ്യം ഞാൻ ഈ നൂലിനെ 2 ഇഴയാക്കി എടുക്കാൻ പോവാണ്. ഇതിപ്പോ 1 ഇഴയായിട്ടാണ് ഉള്ളത്. അപ്പൊ ഞാൻ ഇതിനെ ഒന്നും കൂടി ഇതുപോലെ ജസ്റ്റ് വലിച്ചെടുക്കുകയാണ്. ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ 2 അറ്റങ്ങളും പിടിച്ചിട്ട് നമുക്ക് സൂചിയിലേക്കൊന്ന് കോർത്തെടുക്കണം. അപ്പൊ ഇതുപോലെ സൂചിയിലേക്ക് 2 ഇഴ കോർത്തെടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് 4 ഇഴയാണ് ഹുക്ക് ആണെങ്കിലും ബട്ടൺ ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഈ രീതിയിലായിട്ട് ഇപ്പൊ ഞാൻ 4 ഇഴയായിട്ട് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ അറ്റത്തായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നത് പോലെ കെട്ടിട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ രീതിയിലായിട്ട് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഹുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം ഞാൻ ഹുക്ക് തയ്ക്കുന്നത് കാണിക്കാം. ഇതുപോലെ ഹുക്ക് വെച്ചതിന് ശേഷം ഈ ഹുക്കിന്റെ കാലുണ്ടല്ലോ, ഈ കാലിന്റെ ഇവിടെ നിന്നും ഇതുപോലെ അടിയിലൂടെ സൂചി ഒന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ കുത്തിയെടുക്കുക. ഇങ്ങനെ നമ്മൾ ഒരു 4-5 തവണ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹുക്ക് നല്ല ടൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും. പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല, നൂലൊന്നും പൊട്ടിപ്പോവില്ല. ഇതുപോലെ ചുറ്റി എടുക്കുക കേട്ടോ. നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കണേ. ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. ഒരു 4-5 തവണ നമ്മൾ ചുറ്റിയെടുത്തു. അതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സൂചി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ അടിയിലൂടെ സൂചി ഇട്ടിട്ട് എടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ അടിയിലൂടെ സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റുക. എന്നിട്ട് ഇവിടെ നിന്നും അടിയിലൂടെ സൂചി ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി വീണ്ടും ഇത് ഈ ഹുക്കിൻ്റെ ഈ കാലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ സൂചി കുത്തിയെടുക്കണം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു 4-5 തവണ ഇതുപോലെ ചുറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അടിയിലൂടെ കുത്തിയെടുക്കുക സൂചി. എന്നിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ പിടിച്ചിട്ട് ഒരു 3-4 തവണ ഇതുപോലെ നൂല് സൂചിയിലേക്ക് ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വലിക്കുക. വലിച്ച് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കെട്ട് വീണിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അടുത്ത് കട്ട് ചെയ്യരുത്, കുറച്ച് വിട്ടിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഈ രീതിയിലായിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ
ഹുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഹുക്കിന് വേണ്ടിയിട്ടുള്ള വള്ളി തയ്ക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നൂല് നമ്മൾ ആദ്യം ഇട്ടതുപോലെ തന്നെയാണ് ഇടേണ്ടത്. 4 ഇഴയായിട്ട് ഇടണം. എന്നിട്ട് നൂലിൻ്റെ അറ്റത്തായിട്ട് കെട്ടിയിട്ട് കൊടുക്കണം. ഇതുപോലെ കെട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഹുക്കിന് വേണ്ടിയിട്ടുള്ള വള്ളി തയ്ക്കാം. ആദ്യം അടിയിൽ നിന്നും സൂചി ഇതുപോലെ കുത്തിയെടുക്കുക. എന്നിട്ട് താഴത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ താഴത്തോട്ട് ഇട്ട് അവിടെ നിന്ന് തന്നെ വീണ്ടും ഒന്ന് സൂചി ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് ഈ താഴത്തെ സൈഡ് ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് സൂചി കുറച്ച് തുണി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ എടുത്തതിന് ശേഷം ഈ സൂചിയും നൂലും ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ സൂചിയുടെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയിൽ കൂടി ഇതുപോലെ ഒന്ന് കയറ്റിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ കുറച്ച് വലിക്കുക. ഇതേപോലെ തന്നെ വേണം ഇത് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇങ്ങനെ നൂല് മുകളിലോട്ടാക്കുക. എന്നിട്ട് സൂചി ഇതിനിടയിൽ കൂടി ഇതുപോലെ എടുക്കുക. പലരും പല രീതിയിലായിരിക്കും കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എൻ്റെ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ നിന്നും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂചി ഇതിനകത്തേക്കൊന്ന് ഇടാം. ഇതുപോലെ ഇടാം. ഇതുപോലെ ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉൾവശത്ത് നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കണം. വളരെ കുറച്ച് തുണി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ സൂചിയിലേക്ക് നൂല് ചുറ്റണം. എന്നിട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കെട്ട് വീഴും. എന്നിട്ട് ഈ ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ ഹുക്കിന് വേണ്ടിയുള്ള വള്ളി സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നൂല് അങ്ങനെ തന്നെയാണ് ഇടേണ്ടത്, 4 ഇഴയായിട്ട്. എന്നിട്ട് കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ബട്ടൺ ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിൻ്റെ അടിയിലൂടെ ഈ ഹോൾസിലൂടെ നമ്മൾ സൂചി ഒന്ന് ഇതുപോലെ കുത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടേക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. അത് നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ ആ രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇൻഡു പോലെ വരും. ഇവിടുന്ന് ഇവിടേക്ക് ആകുമ്പോൾ ഇവിടുന്ന് ഇവിടേക്കും അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിലൂടെ സൂചി ഒന്ന് അടിയിലോട്ട് കുത്തി ഇറക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് അതിലൂടെ സൂചി ഒന്ന് കുത്തിയെടുക്കണം. ഒരു 3-4 തവണ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഇനി ഇവിടെ നിന്നും ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം.
ഇതുപോലെ ഞാനിപ്പോൾ 3 തവണ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എടുത്തതിന് സൂചി ഇട്ടതിന് ശേഷം ഒരു 3-4 തവണ നൂല് ഇതുപോലെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് സൂചി വലിക്കുമ്പോൾ നമുക്കവിടെ കെട്ട് വീണോളും. നല്ല ടൈറ്റ് ആക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കെട്ട് വീണിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഇനിയൊരു രീതിയും കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ ബട്ടൺ വയ്ക്കുക. എന്നിട്ട് നമ്മൾ അടിയിലൂടെ ബട്ടൺ ഹോളിലൂടെ സൂചി ഇതുപോലെ കുത്തിയെടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് സൂചി ഇതുപോലെ കുത്തി താഴത്തോട്ട് ഇടാം. ഇതേപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഒരു 3-4 തവണ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 3-4 തവണ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഉൾവശത്ത് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഭംഗിയായിട്ട് തോന്നുന്നത് വെച്ചാൽ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം. ഇനി ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ആദ്യം തുണി ജസ്റ്റ് നമ്മൾ എവിടെയാണോ ഹോൾസ് വെക്കാനുള്ളത് അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ മടക്കിയതിന് ശേഷം ഏകദേശം നമ്മൾക്ക് ബട്ടൻ്റെ പകുതി, ഫുള്ളായിട്ട് വേണ്ട, നമ്മളിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടാണുള്ളത്, അതുകൊണ്ട് ബട്ടൻ്റെ പകുതി ഏകദേശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതുപോലെ കുറച്ചൊന്ന് കട്ട് ചെയ്യുക. ആദ്യം തന്നെ ഒരുപാട് കട്ട് ചെയ്യരുത്. കുറച്ച് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബട്ടൺ ഇതിൻ്റെ അകത്തേക്ക് പോകുമോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് മതി. ജസ്റ്റ് കട്ട് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അഥവാ നിങ്ങളിപ്പോൾ ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ ബട്ടൺ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടൺ പോകുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളിപ്പോൾ ബട്ടൺ ഹോളിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് കൂടിപ്പോയാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് അതും കൂടി എക്സ്ട്രാ ഉള്ളതും കൂടി കൂട്ടിയിട്ട് തയ്ച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം അടിയിൽ നിന്നും ഇതുപോലെ സൂചി ഒന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂലിന്. ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ നൂല് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്നും ഇത് ഈ രീതിയിലായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ നൂല് എപ്പോഴും ഈ മുകൾ സൈഡിലേക്ക് ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്, ഇതുപോലെ കുത്തിയെടുക്കാനായിട്ട്. അത് നിങ്ങൾ 1-2 തവണ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. കുറച്ചും കൂടി അടുത്തടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് സൂചി ഇട്ടതിന് ശേഷം ഉൾവശത്ത് കെട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബട്ടൺ പോകുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ടിട്ട് നോക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് തന്നെ കയറുന്നുണ്ട്, കറക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവരുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ നെക്കിനൊക്കെ കൈത്തുന്നൊക്കെ തുന്നുന്നത് ഇനി നമ്മൾ ബ്ലൗസ് പഠിക്കുന്ന ആ നേരത്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിപ്പോൾ ഫ്രോക്കൊക്കെ തയ്ക്കുമ്പോൾ ഫ്രോക്കിൻ്റെ ബാക്കിലൊക്കെ വെക്കാൻ ആവശ്യമാണ്. ഹുക്കും ബട്ടണും ഒക്കെ നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഫ്രോക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.